നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആർട്ടിക്കിൾ 18 നോക്കുന്നത്. മൗലികാവകാശങ്ങളിൽ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലെ ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കിയാലോ. പ്രധാനമായിട്ടും ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, അതാണ് ആർട്ടിക്കിൾ 18 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് തലക്കെട്ടുകളുടെ നിരോധനം. എന്താണ് ആർട്ടിക്കിൾ 18 പറയുന്നത്? ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അഥവാ തലക്കെട്ടുകളുടെ നിരോധനമാണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 18 എന്താ പറയുന്നത്? സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അഥവാ തലക്കെട്ടുകളുടെ നിരോധനം. നമുക്ക് ആർട്ടിക്കിൾ 18 ഓരോ ആർട്ടിക്കിളും ഒന്ന് വിശദമായിട്ട് നോക്കാം. ആർട്ടിക്കിൾ 18 പ്രധാനമായും ആർട്ടിക്കിൾ 18(1), ആർട്ടിക്കിൾ 18(2), ആർട്ടിക്കിൾ 18(3), ആർട്ടിക്കിൾ 18(4) ഇങ്ങനെയാണ് ആർട്ടിക്കിൾ 18-നുള്ളിലുള്ള ഉള്ളടക്കം. അതിൽ ആർട്ടിക്കിൾ 18(1) നോക്കുകയാണെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ 18(1)? സൈനികമോ വിദ്യാഭ്യാസപരമോ ആയവ ഒഴികെ മറ്റേതൊരു ബഹുമതികളും പേരിനൊപ്പം ചേർക്കുന്നതിൽ നിന്ന് വിലക്കുന്നു. എന്താണ്? സൈനികമോ വിദ്യാഭ്യാസപരമോ ആയവ ഒഴികെ മറ്റേതൊരു ബഹുമതികളും പേരിനൊപ്പം ചേർക്കുന്നതിൽ നിന്ന് വിലക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അഥവാ തലക്കെട്ടുകളുടെ നിരോധനം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്താ? റൈറ്റ് ടു ഇക്വാളിറ്റി ആണെന്നറിയാമല്ലോ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാളിറ്റി, തുല്യതയ്ക്കുള്ള അവകാശമാണ് അല്ലേ. അതിൽ ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അഥവാ തലക്കെട്ടുകളുടെ നിരോധനമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 18(1) എന്താ പറയുന്നത്? സൈനികമോ വിദ്യാഭ്യാസപരമോ ആയവ ഒഴികെ മറ്റേതൊരു ബഹുമതികളും പേരിനൊപ്പം ചേർക്കുന്നതിൽ നിന്ന് വിലക്കുന്നു. എന്താണ്? സൈനികമോ വിദ്യാഭ്യാസപരമോ ആയവ ഒഴികെ മറ്റേതൊരു ബഹുമതികളും പേരിനൊപ്പം ചേർക്കുന്നതിൽ നിന്ന് വിലക്കുന്നു. ആർട്ടിക്കിൾ 18(2) പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 18(2) പറയുന്നത് വിദേശത്തു നിന്നും നേടുന്ന ഒരു ബഹുമതി, അത് ഒരു ഇന്ത്യൻ പൗരനും പേരിനൊപ്പം ചേർക്കാൻ പാടില്ല. വിദേശത്തു നിന്നും നേടുന്ന ഏതൊരു ബഹുമതിയും ഒരു ഇന്ത്യൻ പൗരൻ പേരിനൊപ്പം ചേർക്കാൻ പാടില്ല. അപ്പോൾ എന്താണ്? വിദേശത്തു നിന്ന് നേടുന്ന ഒരു ബഹുമതിയും ഒരു ഇന്ത്യൻ പൗരൻ തൻ്റെ പേരിനൊപ്പം ചേർക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 18(2) പറയുന്നത്. എന്താണ്? വിദേശത്തു നിന്നും നേടുന്ന ഒരു ബഹുമതിയും ഒരു ഇന്ത്യൻ പൗരൻ പേരിനൊപ്പം ചേർക്കാൻ പാടില്ല. വിദേശത്തു നിന്നും നേടുന്ന ഒരു ബഹുമതിയും ഒരു ഇന്ത്യൻ പൗരൻ എന്താണ്? പേരിനൊപ്പം ചേർക്കാനായിട്ട് പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 18(2) പറയുന്നത്. ആർട്ടിക്കിൾ 18(3) പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 18(3) പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്ഥാനം വഹിക്കുന്ന ഒരു വിദേശിക്ക് പ്രസിഡൻറ്റിൻ്റെ അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്തിൻ്റെ ബഹുമതി തൻ്റെ പേരിനൊപ്പം ചേർക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്ഥാനം വഹിക്കുന്ന ഒരു വിദേശി, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്ഥാനം വഹിക്കുന്ന ഒരു വിദേശി എന്താ? പ്രസിഡൻറ്റിൻ്റെ അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്തിൻ്റെ ബഹുമതിയും തൻ്റെ പേരിനൊപ്പം ചേർക്കാനായിട്ട് പാടില്ല. ആർട്ടിക്കിൾ 18(3) പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്ഥാനം വഹിക്കുന്ന ഒരു വിദേശിക്ക് പ്രസിഡൻറ്റിൻ്റെ അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്തിൻ്റെ ബഹുമതി തൻ്റെ പേരിനൊപ്പം ചേർക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 18(3) പറയുന്നത്. ആർട്ടിക്കിൾ 18(4) എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 18(4) പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സ്ഥാനം വഹിക്കുന്ന ഇന്ത്യൻ പൗരനോ വിദേശിയോ ആയ വ്യക്തിക്ക് പ്രസിഡൻറ്റിൻ്റെ അനുവാദമില്ലാതെ വിദേശ രാജ്യത്ത് നിന്നുള്ള പുരസ്കാരങ്ങളോ ഉന്നത പദവികളോ എന്താണ്? വഹിക്കാനോ സ്വീകരിക്കാനോ പാടില്ല. ആർട്ടിക്കിൾ 18(4) പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിന് കീഴിൽ ഒരു സ്ഥാനം വഹിക്കുന്ന ഇന്ത്യൻ പൗരനായിക്കോട്ടെ ഒരു വിദേശി ആയിക്കോട്ടെ ആ വ്യക്തിക്ക് പ്രസിഡൻറ്റിൻ്റെ അനുവാദമില്ലാതെ ഒരു വിദേശ രാജ്യത്ത് നിന്നുള്ള പുരസ്കാരങ്ങളോ ഉന്നത പദവികളോ സ്വീകരിക്കാൻ എന്താണ്? പാടില്ല. അപ്പോൾ എന്താ? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സ്ഥാനം വഹിക്കുന്ന ഇന്ത്യൻ പൗരനായിക്കോട്ടെ വിദേശി ആയിക്കോട്ടെ ആ വ്യക്തിക്ക് പ്രസിഡൻറ്റിൻ്റെ അനുവാദമില്ലാതെ വിദേശ രാജ്യത്ത് നിന്നുള്ള പുരസ്കാരങ്ങളോ ഉന്നത പദവികളോ വഹിക്കുവാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ എന്ത് പറയുന്നത്? 18(4) പറയുന്നത്. ഇവിടെ ഒരു കാര്യം നമുക്ക് തോന്നും,
അപ്പോൾ നമ്മൾ ഈ ഭാരത് രത്ന പത്മ അവാർഡുകളെ പറ്റിയിട്ടൊക്കെ കേൾക്കാറില്ലേ? അത് ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസ് 1996 ഉണ്ടായിട്ടുണ്ട്. ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1996 ഉണ്ടായൊരു കേസാണ് കേട്ടോ. ഈ കേസ് പ്രകാരം ഭാരത് രത്ന പത്മ അവാർഡുകൾ എന്താണ്, അനുച്ഛേദം 18 സൂചിപ്പിക്കുന്ന തലക്കെട്ടുകളിൽ ഉൾപ്പെടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1996 കേസിൽ ഈ കേസ് പ്രകാരം ഭാരത് രത്ന പത്മ അവാർഡുകൾ എന്നിവ അനുച്ഛേദം 18 സൂചിപ്പിക്കുന്ന തലക്കെട്ടുകളിൽ ഉൾപ്പെടുന്നില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. അതൊന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അഥവാ തലക്കെട്ടുകളുടെ നിരോധനമാണ്. അതിൽ 18(1) പറയുന്നത് സൈനികമോ വിദ്യാഭ്യാസപരമോ ആയവ ഒഴികെ മറ്റേതൊരു ബഹുമതികളും പേരിനൊപ്പം ചേർക്കുന്നതിൽ നിന്ന് വിലക്കുന്നു. 18(2) പറയുന്നത് വിദേശത്തു നിന്ന് നേടുന്ന ഒരു ബഹുമതിയും ഇന്ത്യൻ പൗരൻ പേരിനൊപ്പം ചേർക്കാൻ പാടില്ല. 18(3) പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്ഥാനം വഹിക്കുന്ന ഒരു വിദേശിക്ക് പ്രസിഡൻറ്റിൻ്റെ അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്തിൻ്റെ ബഹുമതി തൻ്റെ പേരിനൊപ്പം ചേർക്കാൻ പാടില്ല. 18(4) പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സ്ഥാനം വഹിക്കുന്ന ഇന്ത്യൻ പൗരനോ വിദേശിയോ ആയ വ്യക്തിക്ക് പ്രസിഡൻറ്റിൻ്റെ അനുവാദമില്ലാതെ വിദേശ രാജ്യത്തു നിന്നുള്ള പുരസ്കാരങ്ങളോ ഉന്നത പദവികളോ ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 18(4) പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആർട്ടിക്കിൾ 18 പറയുന്ന പ്രധാന കാര്യങ്ങൾ. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അഥവാ തലക്കെട്ടുകളുടെ നിരോധനം.